എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇത് നിനക്ക് പറ്റിയ പണിയല്ല എന്ന് ഓപ്പണായിട്ട് പറയും. എനിക്ക് എൻ്റെ ലൈഫിൽ 4 ഗോളാണ് അച്ചീവ് ചെയ്യേണ്ടത് കറൻ്റ്ലി. നോർമലി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് മാത്രം, ഇത് ബേസിക് ആയിട്ടുള്ള കിക്ക്, ബ്ലോക്ക്, സംതിങ് ലൈക്ക് ദാറ്റ്. ദിസ് ഈസ് ജസ്റ്റ് വീഡിയോ ഐ ആം ഡോക്യുമെന്റിങ് മൈ സെൽഫ് ആൻഡ് മൈ തോട്ട്സ്. ഈ വീഡിയോ അവസാനം വരെ കണ്ട് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യേണ്ടതുണ്ടോ വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാവുന്നതാണ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്ക് ദിസ് വീഡിയോ. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇത് നിനക്ക് പറ്റിയ പണിയല്ല എന്ന് ഓപ്പണായിട്ട് പറയും. പിന്നെ യൂട്യൂബ് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. ഒറ്റയടിക്ക് തന്നെ നല്ലൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല, ബിഗിനർ ആയിട്ടുള്ള ആർക്കും പറ്റില്ല. അപ്പോൾ അതിനുശേഷം അങ്ങനെ ആ വ്യക്തി പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നാളായിട്ടൊരു ഗ്യാപ്പിലായിരുന്നു. അതിനുശേഷം യൂട്യൂബ് ചാനൽ എടുക്കാറില്ല. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ബാലു ഹാരിഷ് എന്ന് പറഞ്ഞിട്ടൊരാൾ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് കമൻറ്റ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ചെയ്തു. അപ്പോൾ ബ്രോയുടെ വീഡിയോ മോട്ടിവേറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കണ്ടിട്ട് ആകെ ഒരാളാണ് ആ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ആണ് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്താലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് തന്നെ. അടുത്ത ചോദ്യമായിരുന്നു, എന്താണ് കണ്ടൻറ്റ്? ഒരു വീഡിയോ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു കണ്ടൻറ്റ് വേണം. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് സെൽഫ് ഡോക്യുമെൻറ്റിങ്. എനിക്കെൻ്റെ ലൈഫിൽ 4 ഗോളാണ് അച്ചീവ് ചെയ്യേണ്ടത് കറൻ്റ്ലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള സംഭവം ഞാൻ ഒരു സെൽഫ് ഡോക്യുമെൻ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാവുന്നതാണ്. അതിനെക്കുറിച്ചായിരിക്കും ഇനി എൻ്റെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുന്ന എൻ്റെ ഫസ്റ്റ് ഗോളാണ് എൻ്റെ ഹെൽത്ത്. ഞാനെന്നല്ല, എല്ലാവരും ചെയ്യേണ്ട അല്ലെങ്കിൽ എല്ലാവരും അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബെറ്റർ ഹെൽത്ത്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് എൻ്റെ പോലീസ് ടൈമിൽ കമാൻഡോ ഒരു 10 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ബോഡി ഷേപ്പ്. അന്ന് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 70 kg അടുത്താണ് ഉണ്ടായിരുന്നത്. കറൻ്റ്ലി എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 81 ആണ്. എന്ന് വെച്ചാൽ ഏകദേശം 6 kg ഞാൻ ഓവർ വെയിറ്റ് ആണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ട്രെയിനിങ്ങിന് ശേഷം എനിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു, ഗൈനക്കോമസ്റ്റിയ എന്ന് പറയും. അപ്പോൾ അതിന് ശേഷം എൻ്റെ ചെസ്റ്റ് ഭയങ്കരമായിട്ട് ചെറുതായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി മെഷർമെൻറ്റ്സ് ആണ്. കാഫ്, തൈസ്, വെയ്സ്റ്റ്, ചെസ്റ്റ്, ഷോൾഡർ, ആംസ്, പിന്നെ നെക്ക്. എൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും എടുത്ത് ഞാൻ നേരെ ChatGPT ഇട്ടു. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബോഡി റേഷ്യോ തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് തന്നതാണ് ഈ കാണുന്നത്. 81 കിലോയാണ് എൻ്റെ കറണ്ട് വെയിറ്റ്. 5 കിലോ കുറയ്ക്കേണ്ടതുണ്ട്. എൻ്റെ ഷോൾഡർ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 119 സെൻറ്റിമീറ്റർ ആണ്. അതൊരു 6 സെൻറ്റിമീറ്റർ കൂട്ടിയിട്ട് 125 സെൻറ്റിമീറ്റർ ആക്കണം. 97 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ചെസ്റ്റ്. 11 സെൻറ്റിമീറ്റർ ആണ് ഞാൻ കൂട്ടേണ്ടത്. 108 സെൻറ്റിമീറ്റർ വരെ ആക്കണം. അതേപോലെ തന്നെ വെയ്സ്റ്റ് 95 സെൻറ്റിമീറ്റർ ആണ്. അത് 15 സെൻറ്റിമീറ്റർ കുറച്ച് 80 സെൻറ്റിമീറ്റർ ആക്കണം. അതേപോലെ ആം ലെങ്ത്ത് 32 സെൻറ്റിമീറ്റർ ആണ്. 7 സെൻറ്റിമീറ്റർ കൂട്ടി 39 സെൻറ്റിമീറ്റർ ആക്കണം. 38 സെൻറ്റിമീറ്റർ കാവ്സ്. 1 സെൻറ്റിമീറ്റർ കൂട്ടി 39 സെൻറ്റിമീറ്റർ ആക്കണം. ഇതാണ് എൻ്റെ കറൻ്റ്ലി ടാർഗറ്റ് ആയിട്ടുള്ള ബോഡി റേഷ്യോ എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ട 2 കാര്യമാണ്. ഒന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി, രണ്ടാമതാണ് ഡയറ്റ്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. നോർമലി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് മാത്രം, പുഷപ്പ്, സ്ക്വാട്ട്, പ്ലാങ്ക്, അതാണ് മെയിനായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞു വെച്ചാൽ ഒരു എക്സ്ട്രാ സ്കില്ല് എന്നുള്ള രീതിയിൽ ഷാഡോ ബോക്സിങ്, ബേസിക് ആയിട്ടുള്ള പഞ്ചസ്, ബേസിക് ആയിട്ടുള്ള കിക്ക്, ബ്ലോക്ക്, സംതിങ് ലൈക്ക് ദാറ്റ്. മൂന്നാമത്തെ കാര്യമാണ് കാർഡിയോ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് കാർഡിയോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെയിലി ഒരു 1.5 hour ബാഡ്മിൻ്റൺ ആണ്. വർക്കൗട്ട് കൊണ്ട് മാത്രം ഒരിക്കലും നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിന് ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ് 16 മണിക്കൂർ ഫാസ്റ്റിംഗ്. 7 PM ടു മോർണിംഗ് 11 AM വരെയാണ് 16 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനുള്ളൊരു കോഫി, ബ്ലാക്ക് കോഫി, വിത്തൗട്ട് ഷുഗർ, വിത്തൗട്ട് മിൽക്ക്, ആവശ്യത്തിന് വെള്ളം, നല്ല രീതിയിൽ വെള്ളം കുടിക്കണം ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത്. പിന്നെ രണ്ടാമത്തെ കേസാണ് ഷുഗറും ഓയിലായിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക.
ഓയിലും ഷുഗറും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻസുലിൻ സ്പൈക്ക് വരും നമ്മുടെ ബോഡിയിൽ. അപ്പോൾ അത് നല്ലതല്ല നമുക്ക് ഓൾറെഡി. അപ്പോൾ ഫാറ്റൊക്കെ നന്നായിട്ട് കയറാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഓയിലും ഷുഗറും കഴിക്കുന്നുണ്ട്. മൂന്നാമത്തെ ദിവസമാണ് കാലറി ഡെഫിസിറ്റ്. ഒരു 2000 കലോറി മാക്സിമം ആണ്, 2000 കലോറി. അതിൽ കൂടുതലായിട്ട് ഒരു ദിവസം ഫുഡ് കഴിക്കരുത്. എന്തായാലും ഒരു 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കധികം എന്താ പറയുക ഓവറായിട്ട് അങ്ങനെ 2000-ന് മുകളിലൊന്നും അധികം ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കേസ് ഒരു ആപ്പൊക്കെ യൂസ് ചെയ്തിട്ട് കാലറി ഒക്കെ നന്നായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ 4-മത്തെ കേസാണ് ഞാൻ ഡെയിലി കഴിക്കുന്ന കുറച്ച് സപ്ലിമെന്റ്സ് കാണിച്ചു തരാം. മെയിനായിട്ട് സൺഫ്ലവർ സീഡ്, ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാം. പിന്നെ 2-മത്തെ സീഡാണ് പംകിൻ സീഡ്. പംകിൻ സീഡ് അടിപൊളിയാണ്. പിന്നെ ഫ്ലേക്ക് സീഡ് മസ്റ്റായിട്ടുള്ള സാധനമാണ് ഫ്ലേക്ക് സീഡ്. ഇത് ചെയ്യാ സീഡിൻ്റെ ആയിരുന്നു, കഴിഞ്ഞു പോയി, ഞാൻ തന്നെ തിന്നിർത്താണ്. രണ്ടാമത് കുറച്ച് നട്ട്സ്, വാൾനട്ട് ഡെയിലി ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെന്താ കാഷ്നട്ട്. അയ്യോ, അവസാനത്തെയാണ് ബദാം, അത് സോക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ റൈസിൻ ഡെയിലി സോക്ക് ചെയ്തിട്ടൊരു 6 അതേപോലെ തന്നെ ബദാം ഒരു 6 സോക്ക് ചെയ്തിട്ട് കഴിക്കും. പിന്നെ ഡേറ്റ്സ് ഒരു ഡെയിലി 2 അതിൽ കൂടുതൽ കഴിക്കില്ല. പിന്നെ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നതാണ് ഒരു മൾട്ടി വിറ്റമിനും ഒരു ഫിഷ് ഓയിലും. അത് കൂടാതെ വേ പ്രോട്ടീൻ ഏത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ മസിൽസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഏത് വേണമെങ്കിൽ വേ പ്രോട്ടീൻ യൂസ് ചെയ്യാം. പ്രോട്ടീൻ ഇല്ലാതെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് കാര്യം ഉണ്ടാവില്ല. നമുക്കൊരു മസിൽ ബിൽഡ് ചെയ്യാൻ പ്രോട്ടീൻ ഇല്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കഴിക്കാം, അല്ലെങ്കിൽ എഗ്ഗ് കഴിക്കാം. ഡെയിലി 2 എഗ്ഗ് അതും മസ്റ്റായിട്ട് ഞാൻ കഴിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ പൊതുവെ ഫോളോ ചെയ്യുന്ന സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ. ഇതൊരു 90 ഡേയ്സ് കണ്ടിന്യൂസ് പോയാലാണ് നമുക്കൊരു റിസൾട്ട്, നമ്മുടെ ബോഡിക്ക് ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓരോ സബ്സ്ക്രൈബുമായിരിക്കും എനിക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കീപ് സപ്പോർട്ട് മീ.